lakhs rupees ആണ് രാഹുൽ എനിക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തരുന്നത്. നമ്മൾ നാട്ടിൽ ഇതിനെക്കുറിച്ച് വിളിച്ച് സംസാരിക്കുമല്ലോ, അപ്പം പറഞ്ഞു വെറുതെ അവൻ്റെ പൈസ കളയാനാ, നിനക്കിതിന് ഒരു കഴിവുമില്ല, നീ ഇത് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നൊരു അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരിത് വരും, എങ്ങനെയെങ്കിലും ഇവരുടെ മുന്നിൽ നമ്മൾക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. എന്നെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട്, പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം എന്നെ കളിയാക്കിയ ഒത്തിരി പേരുണ്ട്. ഭാവിയിലെ ബീനാക്കണ്ണം വരുന്നു എന്നൊക്കെയുള്ളൊരു രീതിയിലായിരുന്നു എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ ആലപ്പുഴയിലെ ഷോപ്പ് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു? 250 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആദ്യത്തെ ഷോപ്പ്. എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു? ആദ്യം ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ടൈലറിങ് 2 പേരെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തൊട്ടടുത്ത ഷോപ്പുകാർ, ഒരു കമ്പ്യൂട്ടർ ഷോപ്പായിരുന്നു, അവർ മാറിയപ്പോഴത്തേക്കും നമ്മൾ ആ ഷോപ്പ് എടുത്തു. അപ്പോഴാണ് നമ്മൾ കുർത്തീസും അങ്ങനത്തെ റെഡിമെയ്ഡ്സ് കൂടുതൽ മറ്റേത് അൺസ്റ്റിച്ച്ഡ് ആയിട്ടും കുറച്ച് റണ്ണിങ് ഫാബ്രിക്സും ഒക്കെയാണ് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഷോപ്പ് ആയപ്പോഴത്തേക്കും റെഡിമെയ്ഡിലേക്ക് വന്നു. പിന്നത്തെ നെക്സ്റ്റ് ഇയർ ആയപ്പം 3rd ഷോപ്പും കൂടി നമ്മൾ എടുത്തു. അങ്ങനെ ഇപ്പം ആലപ്പുഴയിൽ തന്നെ 2000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. ആലപ്പുഴയിൽ ഒരു 25 എംപ്ലോയീസോളം ഉണ്ട്. പിന്നെ അടുത്തൊരു ഡെവലപ്മെന്റ് കൊച്ചിയിലേക്ക് ഞാനൊക്കെ അൽഫോൻസിനെ ഏറ്റവും കൂടുതൽ കണ്ടത് വീഡിയോസിലാണ്, ഇൻസ്റ്റാഗ്രാമില്. അവിടെ നിന്ന് പിന്നെ അൽഫോൻസിനെ നേരിട്ട് കാണുന്നത് ബൈപ്പാസിലെ കാത്തീസിന്റെ ഷോപ്പിൽ വെച്ചിട്ടാണ്. എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? 2023 അതൊരു ഡ്രീം ആയിരുന്നോ? പിന്നെ വളരെ വലിയ ഡ്രീമായിരുന്നു. കാരണം ആലപ്പുഴയിൽ നമ്മുടെ ഷോപ്പ് ഉണ്ടെങ്കിലും ഹസ്ബൻഡിൻ്റെ സ്ഥലം കൊച്ചിയാണ്. അപ്പം അവിടെ ഒരു ഷോപ്പ് എന്നുള്ളത് ഒരു വലിയൊരു ഡ്രീം, എല്ലാവരുടെയും ഒരു ഡ്രീം ആണല്ലോ, കൊച്ചി പോലൊരു വലിയൊരു നഗരത്തിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. എത്ര സ്ക്വയർ ഫീറ്റിലാണ് തുടങ്ങുന്നത് കൊച്ചിയിൽ? ഒരു 450 സ്ക്വയർ ഫീറ്റിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മളതൊരു 2000ഓളം എത്തി നിൽക്കുന്നു.